വെൽക്കം ബാക്ക് ടു ടുലിപ്സ് ക്യൂട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. നമ്മുടെ ചാനലിലത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യം തന്നെ പോയത് നെസ്റ്റോയിലേക്കാണ്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ കുറേ ഹെയർ ക്ലിപ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കി, ആയിരുന്നു 2 ഡ്രസ്സൊക്കെ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിലേക്ക് ഞാൻ കടന്നു. അവിടെ കുറേ സ്പൈറൽ ബുക്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്പൈറൽ ബുക്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാണ്ട് പോരാ. അപ്പോൾ ഞാൻ 2-3 നമ്പർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സ്പൈറൽ ബുക്സ് മാത്രമായിരുന്നില്ല, വേറെ കുറേ ജേണൽ ബുക്സും അതുപോലെ തന്നെ ഡ്രോയിങ് ബുക്സും നോട്ട് ബുക്സും അങ്ങനെ കുറേ ബുക്കുകളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ട് പിന്നെ ഫയലിൻ്റെ സെക്ഷനിലേക്ക് കടന്നു. ആ ഫയലുകൾ കണ്ടപ്പോൾ ഏത് ഫയലാണ് എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ ഒരു ബ്ലൂ കളർ ഫയൽ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കമ്പനികളുടെ പെൻസിൽ ഉണ്ടായിരുന്നു, ക്യാമലിൻ്റെയും ഡോംസിൻ്റെയും അങ്ങനെ പല കമ്പനികളുടെയും പെൻസിൽസ് ഉണ്ടായിരുന്നു. പെൻസിൽസ് മാത്രമല്ല കളേഴ്സും ഉണ്ടായിരുന്നു, കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കളറൊന്നും മേടിച്ചില്ല, കാരണം കളർ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ട്, ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാട്ടർ ബോട്ടിൽസ് നോക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 3 എണ്ണമുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ബോട്ടിൽ കണ്ടു. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് അമ്മ അത് എടുക്കാനായിട്ട് സമ്മതിച്ചില്ല. വാഷിംഗ് മെഷീൻ്റെ പോലെ ഇരിക്കണ ഷാർപ്നറും ഇറേസറും ആണ്. കണ്ട ഇത് പെട്ടെന്ന് ഷാർപ്നർ ഇറേസറാണെന്ന് തോന്നില്ല, ഒരു ടോയ് ആണെന്നാ തോന്നുള്ളൂ. അത് മാത്രമായിരുന്നില്ല, വേറെ പലതരത്തിലുള്ള ഇറേസേഴ്സ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്യാമറ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇതിനും ക്യൂട്ടാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോണ സാധനം, ഈ ഒരു ഫ്രിഡ്ജ്. ഇത് ഫ്രിഡ്ജാണോ കബോർഡാണോ എന്ന് എനിക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലായില്ല. നേരത്തെ കണ്ടത് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് ഇത് ഫ്രിഡ്ജ് ആവാനാണ് ചാൻസ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തായിട്ടാണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യട്ടാ. ഈ ഒരു കളർ മാത്രമല്ല, അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള ഷോപ്പിംഗ് ചെയ്തത്. ഇതിപ്പോൾ നെസ്റ്റോലല്ല കേട്ടോ, നമ്മൾ പുത്തൻപള്ളിയുടെ ഭാഗത്തുള്ള ഏതൊരു കടയിലാണ്. കടയുടെ പേര് ഞാൻ നോക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിലില്ലേ, അതിൻ്റെ വലുത് എനിക്ക് കിട്ടിയിട്ടാ. അവിടെ നിന്ന് ഞാൻ കുറച്ച് ബുക്സും ബുക്ക് പൊതിയാനുള്ള കവർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കേരള ഫുഡ് വേഴ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാനൊരു ചെരുപ്പ് ഒരു കുടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ ഞാൻ എജുമാർട്ടിലേക്ക് പോയി. എജുമാർട്ടിൽ ആകെ വർഷത്തിൽ ഒരിക്കലാണ് ഞാൻ കയറാറുള്ളൂ. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എടുക്കണ്ടേന്ന് ഞാൻ മറന്നുപോയി. ഈ പ്രാവശ്യം അത് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് ഇട്ടിട്ട് പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങൾ ശരിക്കും എടുക്കാനായിട്ട് പറ്റി. കുറേ നാളായിട്ട് ഞാൻ അന്വേഷിച്ച് നടന്ന ഡോംസിൻ്റെ വാട്ടർ കളർ എനിക്ക് കിട്ടി. ഞാൻ ഈ ഒരു സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് വലിയതുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇതാണ് എടുത്തത്. പിന്നെ പെൻസിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ നെസ്റ്റോയിൽ കണ്ടേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ട്. അതിന് ഓരോന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കി 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ പെൻസില് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റബ്ബറൊക്കെ ചോക്ലേറ്റിൻ്റെ ഷേപ്പിലുള്ള റബ്ബർ, അങ്ങനെ പലതരത്തിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഈ വർഷം വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജേണൽ ബുക്ക് ഒരെണ്ണം എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഉള്ള ഈ ഒരു ജേണൽ ബുക്ക് കഴിഞ്ഞിട്ട് അടുത്തത് മേടിക്കാമെന്ന്, അല്ലെങ്കിൽ ഞാൻ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കും. എജുമാർട്ടിലേക്ക് വരാണെങ്കിൽ വേഗം വന്നോ, ഇവിടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിട്ട് പോയിട്ടുണ്ട്. ഞാൻ നെയിം സ്ലിപ്പ് കണ്ടിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും നെയിം സ്ലിപ്പ് കാണാനില്ല, അത് സ്റ്റോക്ക് ഔട്ടായി പോയി. അപ്പോൾ അത് സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും എടുക്കാനായിട്ട് തോന്നിയില്ല, കാരണം എൻ്റെ കയ്യിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ മേടിച്ച കവായി സ്റ്റിക്കേഴ്സ് പോലും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ വേറെ കുറേ കുഞ്ഞു നോട്ട്ബുക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പൗച്ചൊക്കെ എപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കാറ്. പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം മേടിച്ചത്. എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.